ചിന്തിക്കുവാൻ താങ്കൾ ധൈര്യപ്പെടുന്നുണ്ടോ? മാറ്റത്തിന് അവസരമൊരുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിലിതാ സ്വതന്ത്ര ചിന്താ കൂട്ടായ്മയായ എസ്സെൻസ് ഗ്ലോബൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്കും എസ്സെൻസ് ഗ്ലോബലിന്റെ ഭാഗമാകാം. കൂടാതെ എസ്സെൻസ് ഗ്ലോബൽ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് എസ്സെൻസിൽ ജോയിൻ ചെയ്യാം. Once again, hello and good afternoon everyone. ഞാൻ സൈബർ സെക്യൂരിറ്റിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് പറയാൻ പോകുന്നത് ദർ ഈസ് സം സിമിലാരിറ്റി ബിറ്റ്വീൻ ഗോഡ് ആൻഡ് സൈബർ സെക്യൂരിറ്റി, എസ്പെഷ്യലി സൈബർ ക്രിമിനൽസ്. ദ റീസൺ ഈസ്, നമ്മുടെ മലയാളത്തിൽ പറയുന്നത് പോലെ തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട് ദൈവം എന്ന് പറയും. അതുപോലെ തന്നെ തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട് സൈബർ ക്രിമിനൽസ്. സോ അവരെ എങ്ങനെ ഇൻവേഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ടോപ്പിക് ഡിസ്കഷൻ പോയിൻറ്റ്സ്. ഇൻ കോഡ് ബി ട്രസ്റ്റ്, ഈ ഡയലോഗ് ഇതിൻ്റെ ഒരു ഫോം ഓർ വെറൈറ്റി നിങ്ങളെല്ലാവരും തന്നെ പല പ്രാവശ്യം US കേട്ടിട്ടുണ്ടായിരിക്കാം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ഡിസ്കഷൻ യു വുഡ് ഫിഗർ ഔട്ട് വൈ ഡിഡ് ഐ സേ ദാറ്റ് ഇൻ കോഡ് ബി ട്രസ്റ്റ് എന്നുള്ളത്. പിന്നെ ഇവഞ്ച്വലി നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു സേവ് യുവർ ഡിജിറ്റൽ അസറ്റ്സ്. കാരണം ഇന്നത്തെ സൊസൈറ്റിയിൽ ഏറ്റവും വാല്യൂ ഉള്ള ഒരു ഐറ്റമാണ് ഡേറ്റ. നിങ്ങളുടെ ഡേറ്റ നിങ്ങൾ സൂക്ഷിക്കണം. അത് നിങ്ങൾ സൂക്ഷിക്കേണ്ട മെത്തഡോളജി എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതിനുവേണ്ടി എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഡിസ്കഷൻ പോയിൻ്റ് ഇതിനകത്ത്. അപ്പം മൂവിങ് ഓൺ. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ അജണ്ട. ഐ സ്റ്റാർട്ട് വിത്ത് സൈബർ അറ്റാക്സ്. അത് എന്തുകൊണ്ടാണ് സൈബർ അറ്റാക്സ് ഉണ്ടാകുന്നത്, വാട്ട് ഈസ് ദ മോട്ടീവ്, പിന്നെ ദ മിത്സ് അബൌട്ട് സൈബർ ക്രൈംസ്. പലരും വിചാരിക്കും ഞാനൊരു സാധാരണക്കാരനല്ലേ, എന്നെ എന്തിന് സൈബർ അറ്റാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഒരു വാട്ട് എവർ യു ക്യാൻ ഫിൽ ഇൻ ദാറ്റ്. ഞാൻ ആരായെന്നോ ഞാൻ ഏതാണെന്നോ സൈബർ ക്രിമിനലിന് അറിയത്തില്ല. കാരണം അയാൾ ഈ ലോകത്തിൻ്റെ വേറൊരു പാർട്ടിലായിരിക്കും. അയാളുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല, നിങ്ങളുടെ പൈസയും നിങ്ങളുടെ അസോസിയേറ്റഡ് അസറ്റ്സുമാണ്, ഡിജിറ്റൽ അസറ്റ്സ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ നിങ്ങളെ സേഫ് ഗാർഡ് ചെയ്യും, അതാണ് നമ്മളുടെ പ്രസൻറ്റേഷൻ്റെ ഓവറോൾ ആർക്കിടെക്ചർ. അതിൻ്റെ പ്രോഗ്രഷനിലെ ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്സിൻ്റെ ഹിസ്റ്ററി, പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ അസറ്റ്സിനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കും, വാട്ട് ആർ ദ തിങ്സ്. ഇത് ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയിൽ ചെയ്യുന്നൊരു ഡിസ്കഷനല്ല. ഇത് ഹൗ ഡു യു ഡു ഇറ്റ് ഇൻ യുവർ ഹോം, അതാണ് ഇതിൻ്റെ എസ്സെൻസ്. അല്ലാതെ ഒരു ബിസിനസ്സിൽ ദേ പ്രോബബ്ലി നോ വാട്ട് ദേ നീഡ് ടു ഡു. മോസ്റ്റ് ഓഫ് അസ് നമുക്ക് ഒത്തിരി ഡിവൈസസ് ഉണ്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ. നമ്മൾക്ക് സ്മാർട്ട് ഫോൺസ് ഉണ്ട്, നമ്മൾക്ക് സകലതുമുണ്ട്. ഇതെല്ലാം ഇൻ്റർനെറ്റ് സാവി മെഷീൻസാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചെങ്കിലും ദോസ് മെഷീൻസ് ടോക്സ് ടു ദ ഇൻ്റർനെറ്റ് ആൻഡ് ടു ദ വേൾഡ്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേൾഡ് വൈഡ് തിങ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് വേൾഡ് വൈഡ്. ദ WWW സ്റ്റാൻഡ്സ് ഫോർ ദാറ്റ്. അപ്പം അതിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും പിന്നെ എസെൻഷ്യൽ സെക്യൂരിറ്റി ഇൻഫർമേഷൻ ലിങ്ക്സ്. ഇൻ കേസ് നിങ്ങൾ ഹാക്ക് ചെയ്തപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാക്കിംഗ് ഇൻസിഡൻറ്റ് ഉണ്ടായാൽ എങ്ങനെ അതിൽ നിന്നും നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യണം, ദർ ആർ സർട്ടൻ തിങ്സ് യു നീഡ് ടു ഡു. അതിനെക്കുറിച്ച് പണ്ട് സുരാജ് പഞ്ഞാറമ്മൂട് പറഞ്ഞ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. 2 തരം ആൾക്കാരാണ് സൊസൈറ്റിയിലുള്ളത് കള്ള് കുടിക്കുന്നതിൽ. മഴ പെയ്യുമ്പം കള്ള് കുടിക്കുന്നവരും മഴ പെയ്യാത്തപ്പം കള്ള് കുടിക്കുന്നവരും എന്ന് പറഞ്ഞ പോലെ സൈബർ സെക്യൂരിറ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 തരം ആൾക്കാർ അവിടെയുള്ളത്. ഹാക്ക് ചെയ്തത് അറിഞ്ഞവരും ഹാക്ക് ചെയ്യപ്പെട്ടത് അറിയാത്തവരും. അപ്പം ഇത് എങ്ങനെ നമ്മൾ അറിയും, ഇല്ലെങ്കിൽ നമ്മൾ ഇതിന് എന്തെല്ലാം പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കണം, ഇതാണ് കണ്ടിന്യൂയിങ് സബ്ജക്റ്റിലെ ലാസ്റ്റ് പോയിൻറ്റ്. Q&A. അനീഷ് പറഞ്ഞാൽ അപ്പീൽ ഇല്ലാത്തതുകൊണ്ട് അനീഷിനോട് പറഞ്ഞു Q&A ഇല്ല. അതുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇച്ചിരി എന്തെങ്കിലും ഒരു ഡിസ്കഷനായിട്ട് വെക്കുക, എന്തെങ്കിലും ചെയ്യാം. സോ ഗോയിങ് ഫോർവേഡ്, എല്ലാവരും തന്നെ സ്മാർട്ട് ഡിവൈസസും ഹോം നെറ്റ്വർക്ക് ഡിവൈസസും ഹോമിലുള്ള കമ്പ്യൂട്ടേഴ്സും ലാപ്ടോപ്സും ടാബ്ലറ്റ്സും മറ്റുള്ള എല്ലാ ഡിവൈസസും ഇൻ്റർനെറ്റുമായിട്ട് ഇപ്പം പുതിയതായിട്ട് വരുന്ന ഫ്രിഡ്ജുകൾ, ഇല്ലെങ്കിൽ TV, സ്മാർട്ട് TVs, ഇതെല്ലാം തന്നെ ഇൻ്റർനെറ്റുമായിട്ട് ടോക്ക് ചെയ്യുന്നതാണ്. CCTV ക്യാമറാസ്. ഇപ്പം പലരും വിചാരിക്കുന്ന ഒരു മിത്തുണ്ട് അവിടെ,
ഈ CCTV ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളോ ആമസോണോ നിങ്ങളെ ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ അങ്ങനെ കേട്ടാലും ദേ കനോട്ട് ഡു എനിത്തിങ് അൺലെസ് നമ്മൾ അവിടെ ഒരു വൾണറബിൾ സിറ്റുവേഷൻ ഉണ്ടാക്കണം. ആ വൾണറബിൾ സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ അത് ഗൂഗിളും ഇതും മൈക്രോസോഫ്റ്റും മാത്രമല്ല നോക്കുന്നത്, ലോകത്തിലെ എവിടെ ഇരിക്കുന്ന ആൾക്കും അത് കാണുകയും അതിനെ അവർക്ക് വേണ്ടിയ വൈറസോ ട്രോജനോ വേംസോ അതിനകത്ത് ആഡ് ചെയ്ത് അവർക്ക് വേണ്ടിയ ഇൻഫർമേഷൻ. ദേ ഡോണ്ട് കെയർ അബൌട്ട് നിങ്ങളെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ നിരീശ്വരവാദിയാണോ വിശ്വാസിയാണോ, അതൊന്നും ദേ ഡോണ്ട് കെയർ. കാരണം ദേ ഡോണ്ട് ഈവൻ നോ യു, ദേ ഓൺലി സീ യുവർ ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ്, റൈറ്റ്? അപ്പം അതിൽ നിന്നുള്ള നമ്മളുടെ പ്രിക്കോഷനാണ്. ഇപ്പം ഈ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ പ്രൈമറി മോട്ടീവ് ഓഫ് സൈബർ അറ്റാക്സ് ആർ മണി, ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. കാരണം നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനോ നിങ്ങളുടെ അങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് ഇൻഫർമേഷൻ വിച്ച് ഈസ് സപ്പോസ് ടു ബി വിത്ത് യു, അത് വേറൊരാൾക്ക് കിട്ടിയാൽ നിങ്ങൾ അറിയുന്നതിന് മുമ്പേ അയാൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, അതാണ്. അപ്പം റൈറ്റ് സൈഡിൽ കാണുന്നത് ജസ്റ്റ് ഒരു കീ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുകയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാസ്പറോസ്കിയുടെ ഒരു ലൈവ് ലിങ്ക് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഈ ലിങ്ക്സ് എല്ലാം വർക്കിംഗ് ആണ്. ഇൻ കേസ് ഇഫ് യു ഗെറ്റ് ആക്സസ് ടു ദ സ്ലൈഡ്സ് യു ക്യാൻ വാച്ച് ഇറ്റ് എനി ടൈം. ആ വെബ്സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് യു ലൈവ് ഇമേജ് ഓഫ് എത്ര അറ്റാക്സ് എവിടുന്ന് വരുന്നു, എത്ര അറ്റാക്സ് എവിടുന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. ഒരു മിനിറ്റിൽ എബൌട്ട് ആൻ ആവറേജ് 50 to 60 അറ്റാക്സ് നടക്കുന്നുണ്ട്. അപ്പം അതിൽ സം ഓഫ് ദം ആർ സക്സസ്ഫുൾ, സം ഓഫ് ദം ആർ ഫെയിൽഡ്. ഈ സക്സസ്ഫുൾ ആകുന്നത് എവിടെയാണ്? നമ്മളുടെ വൾണറബിലിറ്റി സംബഡി ഹാസ് ഐഡൻറ്റിഫൈ. ഇപ്പം നമ്മൾ പണ്ട് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച കാലത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 1980-കളിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാണ് ദ റെവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ബിക്കം വെരി പോപ്പുലർ ആൻഡ് ഇറ്റ് ബിക്കം എ കോമൺ ഹൗസ് ഹോൾഡ്. അതിന് മുമ്പത്തെ സിറ്റുവേഷൻ 1974 ഫസ്റ്റ് വൈറസ് വാസ് ഇൻവെൻറ്റഡ്. സോ വൈറസ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് പ്രോഗ്രാമിംഗ്. അതിനകത്ത് ചെയ്യുന്നതെന്നു വെച്ചാൽ ദ ഇൻറ്റൻഷൻസ്, ദ ഒറിജിനൽ വൈറസസ് വെർ ഗുഡ് ഇൻറ്റൻറ്റഡ് വൈറസസ്. നൗ ഇറ്റ് ഈസ് ബിക്കം ബാഡ് ഇൻറ്റൻറ്റഡ് വൈറസസ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സ്പൈ ഓൺ യു, ദേ ക്യാൻ ഡു വാട്ട് യുവർ ആക്ടിവിറ്റീസ്, യുവർ കീ സ്ട്രോക്സ്, വാട്ട് എവർ യു ഡു. സോ ജനറലി നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്നും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പം കോമൺ സൈബർ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു, ഐ എം ടു സ്മോൾ, ഓർ ആൻറ്റിവൈറസ് എൻ്റെ കയ്യിൽ എൻ്റെ മെഷീനിലെ ടൺ ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ടൺ ഓഫ് കാര്യങ്ങൾസ് ഉണ്ട്, അതുകൊണ്ട് ഐ ആം ടു സേഫ്, എന്നെ ആർക്കും അറ്റാക്ക് ചെയ്യാനൊക്കത്തില്ല. അറ്റാക്ക് ചെയ്യാനൊക്കുന്നത് ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ മെഷീൻ ഇവിടെ ഇരിക്കുന്നു. Assume that this is a world without internet, this is a world without nothing. ഈ മെഷീനകത്ത് വേറൊന്നുമില്ല, നോ കണക്ടിവിറ്റി, ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ടു എനിവൺ. ക്യാൻ എനിവൺ അറ്റാക്ക് ദിസ് മെഷീൻ വൈൽ ഐ ആം ഇൻ ദിസ് റൂം? ആൻസർ ഈസ് യെസ്. കാരണം ഒരു സെക്കൻഡ് മതി ഒരു അറ്റാക്കർക്ക് ഒരു വേമോ ഒരു വൈറസോ ഇതിൽ കയറ്റാൻ. ആ ഒറ്റ സ്പ്ലിറ്റ് സെക്കൻഡിൽ നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ യു ലൂസ് യുവർ ദിസ് തിങ്. അത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഡിസ്കോ അല്ലെങ്കിൽ USB ഡ്രൈവ്സോ, പണ്ട് കാലത്തെ ഫ്ലോപ്പി ഡ്രൈവ് എന്ന് പറയുന്ന ഇതിൻ്റെ ന്യൂവർ വെർഷൻ ഓഫ് മോഡേൺ ടെക്നോളജി. അപ്പം ഇതെല്ലാം നമ്മൾക്ക് എങ്ങനെ പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കാൻ പറയാനും പറ്റുമോ? ഇപ്പം നമുക്ക് വീട്ടിലെ നെറ്റ്വർക്കുണ്ട്. വീട്ടിലെ നെറ്റ്വർക്കിൽ നമുക്ക് വയർഡ് നെറ്റ്വർക്കുണ്ട്, വയർലെസ് നെറ്റ്വർക്കുണ്ട്. വയർലെസ് നെറ്റ്വർക്കിൽ തന്നെ നമുക്ക് പല ടൈപ്പ് വയർലെസ് നെറ്റ്വർക്കുണ്ട്. റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ വേരിയേഷൻ അനുസരിച്ച് നമ്മളുടെ ബ്ലൂടൂത്ത് ഡിവൈസസ്, നമ്മളുടെ IoT ഡിവൈസസ് സച്ച് ആസ് മെഡിക്കൽ ഡിവൈസസ്, ഇതെല്ലാം തന്നെ യൂസസ് ലോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ലോ ഫ്രീക്വൻസി സിഗ്നൽസാണ്. അപ്പോൾ ഈ സിഗ്നല് ഇഫ് എനിവൺ ടാപ്പ് ഇൻ അവർക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. if the intended use is for something else. Like for example, pacemakers നമ്മൾ വിചാരിക്കും why would somebody hack a pacemaker? ഇല്ലേ? ഒരാളുടെ ജീവൻ പോകുന്ന ഒരു ഇതാണ്. പക്ഷേ അയാൾ എൻ്റെ ശത്രുവാണ്, എനിക്ക് അയാളെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ I could do that. It may take years or may never even somebody would identify that ഞാൻ അത് ചെയ്തതെന്നുള്ളത്. കണ്ടുപിടിക്കാൻ മാർഗമുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. സോ ഡോണ്ട് ഈവൻ അറ്റംപ്റ്റ് ദാറ്റ്.
പക്ഷേ ഞാനൊരു ഇച്ചിരി എക്സാജറേഷന് പറഞ്ഞു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പർപ്പസ് ഈസ് ലോട്ട് മോർ ദാൻ വാട്ട് വി ക്യാൻ ഇമാജിൻ. സോ ദ ക്രിമിനൽ വേൾഡ് ഈസ് ആസ് ഗുഡ് ആസ് ദ തിങ്. ഫിസിക്കലി നമ്മൾ എന്തെല്ലാം ചെയ്യുമോ നമ്മളുടെ പ്രോപ്പർട്ടിയെ ഓർ നമ്മുടെ അസറ്റ്സിനെ സേഫ് ഗാർഡ് ചെയ്യാൻ, അതേ സെയിം മെൻറ്റാലിറ്റിയിൽ വേണം നമ്മളുടെ ഇതിന് യൂസ് ചെയ്യാൻ. ഞാനൊരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ ഈ സ്ലൈഡ്സിലെ വെർബാറ്റും ഞാൻ റീഡ് ചെയ്യാത്തതിന് കാര്യം വെച്ചാൽ നിങ്ങളെല്ലാം ഇത് റീഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ഓരോന്നും പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ നല്ലത് ഹാവ് എ കോമൺ ഡയലോഗ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത്, നിങ്ങളെ എത്ര പേര് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ സെൽഫോണിൽ ഈ ഓർ സ്മാർട്ട് ഫോൺ, സെൽഫോൺ എന്ന് പറയുന്നത് ആ കോൺസെപ്റ്റ് മാറി. ഇപ്പോൾ നമ്മൾ വി ഓൺലി ടോക്ക് അബൌട്ട് സ്മാർട്ട് ഫോൺസ് വെൽ ദ ഫോൺ ക്യാൻ ടോക്ക് ടു ദ എൻറ്റയർ വേൾഡ് ഇൻ മാറ്റർ ഓഫ് split seconds or microseconds, right? അപ്പം നിങ്ങളുടെ മെഷീനിൽ നിങ്ങളെ എന്തെല്ലാം സേഫ്റ്റി അവെയർ, സൈബർ അവെയർ ടൂൾസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്? ആരെങ്കിലും ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് കണക്ഷൻ, അതിലെല്ലാം നമ്മൾ വരുന്നുണ്ട് ഇവൻച്വലി. അപ്പം ഇങ്ങനെയുള്ള കണക്ടിവിറ്റി സോഫ്റ്റ്വെയർസ് നിങ്ങൾക്കെല്ലാം അവൈലബിൾ ആണ്. നമ്മളെ അതൊന്നും പറയത്തില്ല. ആരെങ്കിലും ഒരു സൈബർ ഇൻസിഡൻറ്റിൽ പെട്ടിട്ടുണ്ടോ ഈ ഗ്രൂപ്പിൽ? ആരും പെട്ടിട്ടില്ല. ഞാൻ പെട്ടിട്ടുണ്ട് 1-2 പ്രാവശ്യം. അപ്പം ഞാൻ തന്നെ എൻ്റെ കഥ പറയാം. അപ്പം 2015 എൻ്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തു. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തിട്ട് എനിക്കറിയാവുന്നത് ഹാക്കാണെന്നുള്ളതും റോങ് ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. റോങ് ബട്ടണിലാണ് ക്ലിക്ക് ചെയ്തതെന്ന് പറയാം. ഇറ്റ് വാസ് ടു ലേറ്റ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ മൗസ് നമ്മുടെ മൗസിൻ്റെ പോയിൻ്റർ ക്ലിക്ക് ചെയ്യുന്ന ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അത് പിടിച്ചുകൊണ്ട് എനിക്ക് നടക്കാനൊക്കത്തില്ല. റിലീസ് ചെയ്താൽ അവിടുത്തെ ആക്ഷൻ നടന്നു. ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് മതി ദ ഹാക്കർ ക്യാൻ ടേക്ക് കൺട്രോൾ ഓഫ് യുവർ സിസ്റ്റം. അങ്ങനെ സോ പ്ലീസ് ടേക്ക് ഇറ്റ് ഫ്രം മീ. ഹാക്കിംഗ് ഈസ് നോട്ട് ഫോർ ഫൺ, ഇറ്റ് ഈസ് ഫോർ സംബഡി എൽസ് ടു മേക്ക് മണി ഓൺ യു. ദാറ്റ് ഈസ് ദ പ്രൈമറി മോട്ടീവ്. കാരണം ഒരു എസ്പിയാനോജ് പോലുള്ള ഒരു സിസ്റ്റത്തിൽ ഒരു ഇതിൽ നമ്മളാരും ഉൾപ്പെടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യക്കോ ചൈനയ്ക്കോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ്റെ ആവശ്യമില്ല. നമ്മളുടെ സെൽഫോണിനോ മൊബൈൽ ഫോണിലോ ഉള്ള നമ്മളുടെ കുറച്ച് പിക്ചേഴ്സോ നമ്മളുടെ കുറേ ഡേറ്റയോ വെച്ച് റഷ്യയോ ചൈനയോ ഇന്ത്യയോ പാകിസ്ഥാനോ നമ്മളെ അറ്റാക്ക് ചെയ്യത്തില്ല. നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് പെറ്റി ക്രിമിനൽസാണ്. The guys who wants money or immediate benefits or revenge. അത് വരാം. അതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. So these are the common cyber security myths. A lot of people think that it will never happen to them because they are either too small or they are invisible or who am I? അത് ഇപ്പം ഇന്നത്തെ വണ്ടർഫുൾ ഡിസ്കഷൻ മോർണിംഗിൽ പറഞ്ഞ പോലെ ജീസസും ഇങ്ങനെയുള്ള ദേ ആർ നോട്ട് ദ ഓൺലി പീപ്പിൾ ലിവ് ഇൻ ദ വേൾഡ്. വി ലിവ് ഇറ്റ് ടു. ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ദം ലിവിങ് അറ്റ് ദാറ്റ് ടൈം on our era. But we make sure that our assets are secured and this thing. So അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും IRSൽ നിന്നോ INSൽ നിന്നോ സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസിൽ നിന്നോ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടോ? അത് പലർക്കും വന്നിട്ടുണ്ട്, എനിക്കും വരാറുണ്ട്. ഫസ്റ്റ് തിങ്, ഡു നോട്ട് ഷൗട്ട് അറ്റ് ദം. ദ റീസൺ ഈസ് ദേ ഹാവ് യുവർ ഫോൺ നമ്പർ. നമ്മൾ അവരെ പിസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ദേ ഡു ഈസ് ദേ വിൽ പബ്ലിഷ് ഇറ്റ് ടു മോർ പീപ്പിൾ. സോ ഒരു കോൾ കിട്ടിക്കൊണ്ടിരുന്നു. അത് സ്മാർട്ടായിട്ട് ചിരിച്ചുകൊണ്ട്, ഓ അങ്ങനെയാണോ, അയ്യോ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനൊക്കത്തില്ല, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്. എന്നിട്ട് പറയണം, അയ്യോ ഞാൻ അമേരിക്കയിൽ നിന്ന് വിട്ടുപോയി, ഞാനിപ്പോൾ ഇന്ത്യയിലാണ്, ഞാൻ ഇനി തിരിച്ചു വരുന്നത്. ഫണ്ണി ആൻസേഴ്സ് വാട്ട് എവർ യു ഫീൽ, ബട്ട് ഡോണ്ട് പിസ് ദം ഓഫ്. കാരണം പിസ് ദം ഓഫ് എന്ന് പറയുന്നത് ദെയർ നെറ്റ്വർക്ക് ഈസ് ഫാർ മോർ ബെറ്റർ ദാൻ ആവേഴ്സ്. കാരണം നിങ്ങൾ അറ്റാക്കിന് വിക്റ്റിമായാൽ നിങ്ങളത് രഹസ്യമാക്കി വെക്കും. ഇനി വല്ലവരും പറഞ്ഞാൽ വല്ല നാണക്കേടും ആകുമോ? ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എൻ്റെ ഫർദർ സ്ലൈഡ്സിൽ, എനിക്ക് സമയം കൂടെ ഒന്ന് പറയാനേ, ഫർദർ സ്ലൈഡ്സിൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 400 മില്യൺ അറ്റാക്സ് നടക്കുന്ന ഒരു രാജ്യത്ത് അമേരിക്കയിൽ 1 മില്യൺ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതിനകത്ത് നമ്മൾ ഏജ് കാറ്റഗറി വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ നടക്കുന്ന ഫിഷിങ്ങും സൈബർ ഫോൺ കോൾസുമാണ്.
ഈ രണ്ടിലാണ് ത്രട്ടനിങ് കോൾസ് വരും. അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട് രമേഷ്, എനിക്കിത് വന്ന കോളായോണ്ട് ഈ രമേഷ് എന്ന് പറഞ്ഞ്, വിച്ച് ഈസ് ആൻ എക്സാക്ട് ഇൻസിഡൻറ്റ് വിച്ച് ഹാപ്പൻസ്. ആഫ്രിക്കയിൽ വെച്ച് എൻ്റെ ലാസ്റ്റ് ടൈമുള്ള നെയ്റോബിയിൽ വെച്ച് തന്നെ ഒരു ഇൻസിഡൻറ്റിൽ പെട്ടുപോയി. കാരണം അയാൾ നോക്കിയപ്പോൾ എൻ്റെ പേരും നെയ്റോബിയും ഉണ്ട്. സോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഡയർ സ്ട്രേറ്റ്സിലാണ്, എന്തെങ്കിലും ചെയ്യാൻ നോക്കുമോ ഫിനാൻഷ്യലി, ഹീ ഈസ് ഗോയിങ് ടു ഡൈ. ഞാൻ പറഞ്ഞു, ഇഫ് ഈസ് ഗോയിങ് ടു ഡൈ ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് ഹിം, വൈ ഷുഡ് ഐ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർ ആദ്യം ഇങ്ങനെയുള്ള സെൻറ്റിമെൻറ്റ്സ് യൂസ് ചെയ്യും, പിന്നെ അത് ത്രെട്ടൺ ലെവലിലോട്ട് പോകും. എന്ന് പറഞ്ഞാൽ, ഐ എം കോളിംഗ് ഫ്രം IRS, യു ഹാവ് ബിൻ പെയ്ഡ് യുവർ ഡ്യൂസ് ലാസ്റ്റ് ഇയർ, ഐ എം ഗോയിങ് ടു ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് 15 minutes, ഓർ ഐ എം സെൻഡിങ് എ കോപ്പ് റൈറ്റ് അവേ. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ 10-25 വർഷം, അറ്റ്ലീസ്റ്റ് 10 വർഷത്തിൽ കൂടുതൽ അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്നവരല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരിക്കലെങ്കിലും IRSൽ നിന്നോ ഒരു ഫെഡറൽ ഏജൻസിയിൽ നിന്നോ ഒരു ലെറ്റർ അല്ലാതെ ഒരു ഫോൺ കോൾ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടോ? ലെറ്റർ വരുമ്പോഴും എങ്ങനെയാണ് വരുന്നത്? യു ഹാവ് ടൈം 90 days ടു റെസ്പോണ്ട്. നോട്ട് 15 മിനിറ്റ് കൊണ്ട് തന്നില്ല, ഞാനിപ്പോൾ ഷെരീഫിനെ അങ്ങോട്ട് വിടുകയാണെന്ന് പറയത്തില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സൈബർ ക്രിമിനൽസ് വൺസ് ദേ ഹാവ് ആക്സസ്, ദേ ക്യാൻ മോണിറ്റർ എവറി ഓഫ് യുവർ ഡിജിറ്റൽ ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു ജൂറി ഡ്യൂട്ടിയുടെ ഒരു സമൻസ് വന്നു, ഞാനത് മിസ്സായി. I called them up very next day. I said I couldn't come, I forgot. I had it on my calendar, പക്ഷേ I missed it. So what do? They said, nothing to worry, this is no big deal. Next one, make sure that you attend. It's not a crime. Mistakes can happen from anyone, right? സോ അങ്ങനെ വേണം നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ. അല്ലാതെ ഇപ്പം പൈസ അയച്ചു തന്നു, ഈ നമ്പർ, ഈ ഫിക്സിഷ്യസ് നമ്പേഴ്സ് എല്ലാം ദേ വിൽ ബി റിയൽ ഓൺലി ഫോർ മാറ്റർ ഓഫ് മിനിറ്റ്സ് വൺസ് ദേ ഹിറ്റ് ദ ടാർഗറ്റ്. ഈ IRS കോൾസിൻ്റെ ദർ ഇസ് എ ഫണ്ണി സ്റ്റോറി അബൌട്ട് ദിസ്. സ്റ്റോറി ഈസ് ഫണ്ണി ബട്ട് ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റോറി. ഏറ്റവും കൂടുതൽ കോവിഡ് സമയത്ത് IRS കോൾസ് വന്ന് മുംബൈയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമായിരുന്നു. അപ്പം ആ ഓഫീസേഴ്സ് ഓർ ദ ഇംപ്രിസണേറ്റേഴ്സ് അവരെന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ വിതിൻ ദ നെക്സ്റ്റ് 5 minutes അങ്ങനൊരു റൂൾ അമേരിക്കയിൽ ഇല്ല, ഓർ ലോകത്തിലെങ്ങുമില്ല. ഇപ്പം അമേരിക്കയിൽ നമ്മൾ പറയുന്നത് ഈ 90 days ടൈം തരുന്നു, ഇന്ത്യയിൽ ഒരു പക്ഷേ 9 years പോലും കിട്ടും, ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഞാനത് ഇന്ത്യ ഒരു മോശമായിട്ടൊരു സിറ്റുവേഷനായിട്ടല്ല ഞാൻ പറഞ്ഞത്. ദെൻ യു ക്യാൻ ലീഗലി മൂവ്, യു ക്യാൻ ഡു യുവർ തിങ്സ് ടു ഗെറ്റ് ബൈ ടൈം. അപ്പം ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കാതെ, ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്ക്റ്റ്, ഡു നോട്ട് ട്രസ്റ്റ് എനി വൺ. ഇത് ഒരു സ്നാപ്ഷോട്ട് ഓഫ് കോമൺ സൈബർ അറ്റാക്ക് ടൈപ്സ് ആണ്. ഇതിനകത്ത് മാൽവെയർ ആണ് ദി മോസ്റ്റ് കോമൺ. ദി മോസ്റ്റ് കോമൺ ഇൻ ദ സെൻസ്, മാൽവെയർ ഒരു മെഷീനിൽ ആഡ് ചെയ്യാൻ ഇറ്റ് ടേക്സ് സ്പ്ലിറ്റ് സെക്കൻഡ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ മെഷീൻ തന്നെ എടുത്തു, ഇവിടെ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ഉണ്ട്, ഇതിലെ വൾണറബിലിറ്റി ഐ ക്യാൻ യൂട്ടിലൈസ്. ഐ ഡോണ്ട് ഈവൻ നീഡ് ടു പ്ലഗ് ഇൻ മൈ USB drive. If I know the details of this, which I can grab it in 2 seconds, I can find the vulnerability if this is not properly updated. So the essence is, even if you have the latest, greatest machine, the latest, greatest, surrounding stuff to protect you, ensure that they still stay latest and greatest. അപ്പം നമ്മൾ മാൽവെയറിനെ കുറിച്ച് പറഞ്ഞു, ഫിഷിങ്ങിനെ കുറിച്ച് പറഞ്ഞു, നെറ്റ്വർക്ക്. That's another most sought after thing. The reason is, നിങ്ങളുടെ കമ്പ്യൂട്ടറിലോട്ട് എത്താനായിട്ട് എനിക്കൊരു വഴി വേണ്ടേ? Network is the only way. IP addresses, the world famous IP address is for that. Because if I know your IP address, I know your subnet mask, I can go into, ഞാൻ അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല, I can get through your entire network if I find one vulnerability. So threat and vulnerability management is very essential when it comes to cybersecurity. പിന്നെ APTs, don't even worry about it. APTs വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ ചെയ്യാനൊക്കത്തില്ല. ഇപ്പം SolarWinds ഹാക്സ് ഒരു വേൾഡ് ഫേമസ് ഹാക്കാണ്. ദാറ്റ് ഹാപ്പൻഡ് ഇൻ 2019, ഫൗണ്ട് ഔട്ട് ഇൻ 2020 by American
agencies, not federal agencies, a private firm based in Washington, D.C., said that there is something not right with SolarWinds, a product called Orion. Orion's, and other SolarWinds and Varna, they are the Jesus, or one of those Jesus' 12 disciples of the believers' world. അത്ര സ്ട്രോങ് ആൻഡ് സെക്യൂർഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ കേർണലിൽ പോയി somebody planted something and that was distributed to 7,000 companies, including all Fortune 500. But ultimately, the FBI and the federal agencies got involved, and they figured out that the target was just American government, nobody else. It was an attack targeted to federal government by Russians, but they figured it out. But often, this kind of attacks would take forever. So, നമ്മൾ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പം അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ത്രെറ്റ് ആൻഡ് വൾണറബിലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു മൊത്തം നമ്മുടെ മെഷീൻസും നമ്മുടെ നെറ്റ്വർക്കുള്ള ഒരു ത്രെറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആ ട്രക്കിൽ കാണുന്ന പോലെ ഇരിക്കും. കാരണം ഒരു എൻഡുമില്ല, ഒന്നുമില്ല. അപ്പം നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. വാട്ട് ആർ മൈ റിസ്ക്? അപ്പം മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഫ്യൂ സ്ലൈഡ്സ്. How can you protect your digital assets? There are two ways you can do it. One is the scientific way, which I would be talking further about it. The second one is the digital Vastu way. I haven't experimented much about the digital Christian way or the digital Muslim way. I don't know if they have one, but digital Vastu is persistent and predominant. They make billions. So that's why they don't call you to hack. Because, by placing your computer, they say that, it'll do this magic. And if you have walked through our doors this morning, our front door, there is a sign like this. So what it shows is all directions, and I don't know if you can read that. It's basically if your computer faces north, you would get financial benefits. If it is west, you will get some other thing, east and south, you get few other things. So eventually, if you want to get all of these benefits, you have to find a revolving chair and computer table that runs around, and, either you chase it or they chase, whatever. And then the problem is, then the sunset, sunrise, and other things comes in between. And then what happens is, you would do like the quantum mechanics or the quantum entanglement, where the electrons are visible here and there and there and there. So those kind of things. I'm not going to go into the details, but ഇതാണ് അവർ പറയുന്ന അവരുടെ ഒരു spectrum of table Vastu and smart home Vastu. They have Vastu for everything, okay? But, I have to mention one key thing about the Vastu. I still don't know the motive behind this shit chase. Because Kannimulayil Kakkus is the biggest problem for them. So they still chase that, let one of those Vastu enthusiasts or gurus come and tell us, what is the story behind this shit theory. So, best practices. I've given you a summarized acronym to remember. Denim. Denim ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ ഡെനിം ജീൻസ് വെയർ ചെയ്യുന്നവരാണ്. ഞാൻ ഉണ്ടാക്കിയതാണ്. Okay, thank you. Denim, ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ you have to have your password strong. That is your data, that's to protect your data. Data is the utmost thing you need to protect. The second thing is your endpoint devices. That is, the E stands for endpoint. The N stands for your network. The I is very, very essential, internet. Know your website. Do not click anything which you don't know. If you have to put your financial information, trust that system first. It's just like going to a bank teller. Bank teller tells you that I'll take your credit card, come back, take it from me tomorrow. Would you do that? Then don't do the same thing. And M is for the methodology. The next few slides are going to be each one of them, how you can, I've got 1 minute, right? Okay, good. Okay. So the next one is how you can protect your data. Then the next one was how you can protect your endpoint. And then the network and the internet. And having said all of that,
Okay, this is what you should be doing. This is for exclusively for people living in America, because if you had attack, during the attack, what you should do, after the attack, what you should do. After the attack, these sites, these are all federal government managed sites. Please, please, if you think that you fell victim to a cyber attack, go ahead and complain there. They don't call you, they don't respond to you, I'm telling you. If you call them their 1-800 number, they will never even answer you. So just use this, these links to tell that it's been attacked, and then at least they would see if there is a common pattern, what is the nature. Yeah. One more second, I should be running through the next 2-3 slides. Essential information security resources. Where can I find if it is a bug? Where can I find if it is something, of bad intention? അതിനെക്കുറിച്ചുള്ള ഒരു സെറ്റ് ഓഫ് തിങ്സ് ആണ് ഈ എസെൻഷ്യൽ ഇൻഫർമേഷൻ സെക്ഷനിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ദീസ് ആർ ടൂൾസ്, പാസ്വേഡ്സ്. ഓക്കെ, നമ്മളിൽ പലരും പാസ്വേഡ്സ്, വൺ പാസ്വേഡ് ഫോർ ദ എൻറ്റയർ ഹൗസ് ഹോൾഡ്, ലൈക്ക് വൺ കീ ഫോർ ദ എൻറ്റയർ ഹൗസ്, അല്ലേ? ആ ആറ്റിറ്റ്യൂഡ് മാറണം. യൂസ് വൺ പാസ്വേഡ് പെർ വെബ്സൈറ്റ്, വൺ പാസ്വേഡ് പെർ whatever applications, whatever, and change it every 90 days minimum. Password length, if you cannot remember, just buy a password manager. It's as much as 2 burgers, that's all. In fact, monthly you pay for a burger, that's all a good password manager would cost. It will do the work for you. Similarly, viruses, antiviruses. Having antiviruses or anti-malware or anti-adware is not going to solve the problem. That has to be updated periodically. Your operating system has to be updated periodically. So you have a lot of work. Who is responsible for your cybersecurity? You, not anyone else. Because you are the one who is trying to protect yourself. The entire world is trying to figure out your protective mechanisms to get into your systems to hack and make something positive out of it. Then the do's and don'ts. Again, I started with trust your code. Please, please, for heaven's sake, do not trust any code unless you figure out the source of the code. Because today's world, a cyber criminal, it takes about $200 to get all his appliances, tools, and strategies, because most of these softwares are available for you and me as open source. അതെടുത്തിട്ട് ഒരു $200 ഒരു പഴയ സെക്കൻഡ് ഹാൻഡ് മെഷീൻ മേടിച്ചിട്ട് അതിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഒരു ലിനക്സ് പോലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ദിസ് ഗോസ്, ആൻഡ് ദെൻ ഹി ക്യാൻ ഡു സം ഓട്ടോമേഷൻ. ബേസിക് 15-20 മിനിറ്റ്സ് സ്ക്രിപ്റ്റിങ്ങിൽ ഒരു പൈതൺ സ്ക്രിപ്റ്റ് പോലൊരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഹി ക്യാൻ റൺ ദിസ് എൻറ്റയർ ഷോ റണ്ണിങ് 24 hours. നിങ്ങളെ സ്പോണ്ടേനിയസ് ആയിട്ട് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു പോർട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങളൊരു അത്യാവശ്യത്തിന് വേണ്ടി മറന്നുപോയി, ആ പോർട്ടിൽ കൂടെ അവന് കയറാം. So adana the kind of preventive mechanisms we need. Sorry, I exceeded by 2 minutes. Thank you so much, and I'm pretty much done. Q&A onnu illallo. Manoj, please stay. So I invite Balamurali Sridhar to Manoj, please stay. I invite Balamurali Sridhar to extend the memento to Manoj. Thank you, Manoj. Thank you, Bala.